എൻ്റെ പേര് രജനി സന്തോഷ്. ഞാൻ വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ 17-ാം വാർഡിലെ മെമ്പറാണ്. ഒപ്പം വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും കൂടിയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഈ വാർഡിലെ 5 വർഷത്തിലെ വികസന നേട്ടങ്ങളാണ്. ഈ നാട്ടിലെ എൻ്റെ 17-ാം വാർഡിലെ ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ഞാൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് നിങ്ങൾക്ക് മുമ്പാകെ ഞാൻ കാണിക്കുന്നത്. വിജയപുരം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പർ, ഒപ്പം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിച്ച രജനി സന്തോഷിന്റെ ഭരണ നേട്ടങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. 2020 മുതൽ 2025 വരെയുള്ള ഈ കാലയളവിൽ വിജയപുരത്തിന്റെ മുഖച്ഛായ മാറ്റിമറിച്ച വികസന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് കാണാം. ഈ മീനന്തരയാറിൻ്റെ തീരത്ത് കാലങ്ങളായി മാലിന്യം എറിഞ്ഞിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. പൊതുജന സഹായത്തോടു കൂടി ഒരു വിശ്രമ കേന്ദ്രമാക്കി ഒരുക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. നമുക്കറിയാം, ഈ മീനന്തരയാറെന്ന ഈ ഒരു ടൂറിസം ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പ്രദേശം ബണ്ട് റോഡ് മുതൽ പൊൻപള്ളി വരെയുള്ള പ്രദേശം വളരെ പ്രകൃതി മനോഹരമാണ്. അപ്പോൾ അതിന് സർക്കാരിൽ നിന്ന് പദ്ധതിക്കായിട്ട് പണം ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ നാട്ടുകാരായ ഒരു കൂട്ടം ആൾക്കാരുടെ സഹായത്തോടു കൂടിയും അതുപോലെ കുടുംബശ്രീ അതിനേക്കാളൊക്കെ ആയിട്ട് തൊഴിലുറപ്പ് സഹോദരിമാർ എല്ലാവരും കൂടി ചേർന്നാണ് ഈ പ്രദേശത്തെ ഇത്രയും മനോഹരമാക്കി ഒരു വിശ്രമ കേന്ദ്രമാക്കി എടുക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞ ഒരു പദ്ധതിയാണ് ജനങ്ങൾക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഗതാഗത മേഖലയിൽ ഒട്ടനവധി പദ്ധതികൾ കൊണ്ടുവരുന്നതിനായിട്ട് ഈ കാലയളവിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് പൊൻപള്ളി മാരായിക്കുളം ചെമ്പോല റോഡിൻ്റെ നവീകരണമാണ്. ഏകദേശം 1 കോടി രൂപ മുതൽ മുടക്കി വളരെ ഭംഗിയായിട്ടാണ് ആ വഴി പൂർത്തീകരിച്ചിരിക്കുന്നത്. പ്രളയ സമയത്ത് ഒറ്റപ്പെട്ടു പോകുന്ന പൊൻപള്ളി പ്രദേശത്തിന് ഏറ്റവും അനുഗ്രഹമായിട്ടാണ് ഈ വഴിയുടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അറിയിക്കുന്നത്. നമ്മുടെ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് വികസനം നമ്മുടെ സാമൂഹിക മേഖലകൾക്ക് കരുത്ത് നൽകിയിട്ടുണ്ട്. ഇത് പള്ളിക്കുന്ന് സാംസ്കാരിക നിലയം ഈ നാടിൻ്റെ വലിയൊരു ആവശ്യമായിരുന്നു. ഇവിടുത്തെ യുവജനങ്ങൾക്കും അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർക്കും ഒക്കെ സംഗമിക്കാനുള്ള ഒരു കേന്ദ്രം ഒരുക്കുക എന്നുള്ളത് അത് വളരെ ഭംഗിയായിട്ട് ഈ സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് ഒരു സാംസ്കാരിക നിലയം പണിത് ഈ നാടിന് സമർപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഈ ഒരു ഭരണസമിതിയിലെ ഈ വാർഡിൽ നടത്തിയ ഏറ്റവും മികച്ച പ്രവർത്തനമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. പള്ളിക്കുന്ന് അംഗൻവാടി ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ് പള്ളിക്കുന്ന്. ഏകദേശം 15-20ഓളം കുട്ടികൾ ആ അംഗൻവാടിയിൽ വരാറുണ്ടായിരുന്നു. ഒരു ചെറിയ മുറിയിൽ ആയിരുന്നു ആ അംഗൻവാടി കെട്ടിടം പ്രവർത്തിച്ചിരുന്നത്. ഏകദേശം 19 ലക്ഷം രൂപ മുടക്കി വളരെ ആധുനിക സംവിധാനത്തോടു കൂടിയാണ് ഒരു അംഗൻവാടി കെട്ടിടം അവിടെ പൂർത്തീകരിച്ച് ജനങ്ങൾക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമാണ് ഈ പദ്ധതിയിലൂടെ എനിക്ക് ഈ വാർഡിൽ ചെയ്യാൻ സാധിച്ചത്. അംഗൻവാടിക്ക് സ്വന്തമായിട്ട് കെട്ടിടം ഇല്ലാത്തത് കൊണ്ട് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു അംഗൻവാടിയാണ്. അത് സ്വന്തമായ ഒരു കെട്ടിടം എന്നുള്ളത് വലിയൊരു കാലങ്ങളായുള്ളൊരു സ്വപ്നമായിരുന്നു. ആ അംഗൻവാടിക്ക് നമ്മുടെ ഈ ലൈഫ് മിഷൻ ഫ്ലാറ്റിൽ തന്നെ ഒരു കെട്ടിടം നമുക്കായിട്ട് വിട്ടുതരണമെന്ന് ഭരണസമിതി അറിയിക്കുകയും അങ്ങനെ സ്വന്തമായിട്ട് ഒരു അംഗനവാടി അവിടെ തുടങ്ങാനായിട്ട് സാധിച്ചു. ആ പ്രദേശത്തുള്ള പൊൻപള്ളി ചെമ്പോല ഭാഗത്തുള്ള പ്രദേശവാസികൾക്കായിട്ട് നല്ല ഒരു സേവനം അതിലൂടെ എനിക്ക് ചെയ്യാൻ സാധിച്ചത് ഈ വാർഡിൽ കൊണ്ടുവന്ന വികസന നേട്ടങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ആണ് ഞാൻ കാണുന്നത്. വിജയപുരം പഞ്ചായത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ളൊരു വാർഡാണ് പൊൻപള്ളി വാർഡ്. 4 കോളനികളോളം ഈ വാർഡിലുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്നു ആരോഗ്യ കേന്ദ്രം എന്നുള്ളത്. ആ ഒരു പദ്ധതി ഈ ഒരു ഭരണകാലഘട്ടത്തിൽ ഈ വാർഡിൽ കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചു. ലൈഫ് മിഷൻ ഫ്ലാറ്റിൻ്റെ ഒരു കെട്ടിടം നമ്മൾക്ക് പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രത്തിനായിട്ട് വിട്ടുതരികയും അത് വളരെ ഭംഗിയായിട്ട് ഈ വാർഡിൽ നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളത് ആരോഗ്യ രംഗത്ത് ഈ വാർഡിൽ ചെയ്ത ഏറ്റവും മികച്ച ഒരു പ്രവർത്തന നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. കൊല്ലക്കൊമ്പ് കാർമൽ വില്ല റോഡ് ആണിത്.
ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കുന്നിൻ്റെ മുകളിലോട്ടുള്ള വഴിയാണ്. ഒരു 10-15ഓളം കുടുംബങ്ങളുണ്ട്. ഒരു മരണം സംഭവിച്ചാലും ഒരാൾക്കൊരു അസുഖം വന്നാലും തലച്ചുമടായിട്ട് എടുത്തുകൊണ്ട് പോരുന്ന ഒരു അവസ്ഥയായിരുന്നു കാലങ്ങളായിട്ട് നിലനിന്നിരുന്നത്. പക്ഷെ അവിടെയോട്ടൊരു വഴി എത്തുക എന്നുള്ളത് ആ പ്രദേശവാസിയായ ആൾക്കാരുടെ സഹകരണത്തോടെ നടക്കുകയുള്ളായിരുന്നു. ആ പ്രദേശവാസി എനിക്ക് 8 സെൻറ്റോളം സ്ഥലം വിട്ടു തന്ന് അങ്ങനെയാണ് വഴി വെട്ടി നമ്മൾ ഈ കാർമൽ വില്ലയിലേക്ക് ഈ വഴിയുടെ പണി തുടങ്ങി വച്ചിരിക്കുന്നത്. ഇഞ്ചിക്കാല കൊട്ടിപ്പള്ളി റോഡെന്ന് പറയുന്നത് ഒരു 50 വർഷത്തിന് മേലെയായിട്ട് നടപ്പാത മാത്രമായിരുന്നു. ഒരു കാലത്തും ആ വഴി ഒരു സഞ്ചാരയോഗ്യമായ ഒരു വഴി ലഭ്യമാക്കുക എന്നുള്ളത് ഒത്തിരി കടമ്പകളുണ്ടായിരുന്നു. എൻ്റെ ഒരു ഇടപെടലിലൂടെയാണ് ആ പ്രദേശത്തുള്ള പ്രദേശവാസികൾ സ്ഥലം വിട്ടു തന്നുകൊണ്ട് ഏകദേശം 15ഓളം വരുന്ന കുടുംബങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഒരു വഴി വെട്ടി പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽപ്പെടുത്തി വളരെ മനോഹരമായിട്ട് ഈ വഴി പണിതു കൊടുത്തത് ഈ പ്രദേശവാസികളുടെ വികസന പ്രവർത്തനത്തിൽ ഏറ്റവും മികച്ചതെന്ന് പറയാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഈ വഴി. ഞാറയ്ക്കൽ പള്ളിക്കുന്ന് റോഡ് എന്ന് പറയുന്നത് ഈ വാർഡിൻ്റെ ഒരു ഹൃദയഭാഗത്തൂടെ കടന്നു പോകുന്ന വഴിയാണ്. ആ വഴി വീതി കൂട്ടി പണിയുക എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള ആ പ്രദേശവാസികളുടെ ഈ നാടിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അതിനായിട്ട് ബഹുമാനപ്പെട്ട MLA 19 ലക്ഷം രൂപ ആ വഴിക്കായി അനുവദിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ആ വഴി വീതി കൂട്ടി അതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതായിരിക്കും. പള്ളിക്കുന്ന് കൊല്ലക്കമ്പ് റോഡ് എന്ന് പറയുന്നത് ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. അതിനെ സംരക്ഷണ ഭിത്തി കെട്ടി ഹാൻഡ് റെയിൽ വെച്ച് അതിനെ ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഈ വഴി ഒരുക്കിയിരിക്കുന്നത്. ഇതിന് മേലിലായിട്ട് ലക്ഷം വീട് അതുപോലെ കോളനി ഒക്കെ ഒട്ടനവധി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് കൊണ്ട് ഏറ്റവും ഫലപ്രദമായ രീതിയിലാണ് ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. വിജയപുരം പഞ്ചായത്തിലെ പൊൻപള്ളി വാർഡിൽ നടത്തിയിരിക്കുന്ന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് അടയ്ക്കാക്കുളത്തിൽ കിടാരത്തിൽ റോഡ്. 18 ലക്ഷം രൂപ മുടക്കി നമ്മളവിടെ കലുങ്ക് നിർമ്മിച്ചുകൊണ്ട് ബാക്കി വഴികളെല്ലാം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഈ വാർഡിലെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മികച്ച പദ്ധതിയായിട്ട് ഈ വാർഡിൽ സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാം. കഴിഞ്ഞ 15 വർഷമായിട്ട് ജനപ്രതിനിധിയായിട്ട് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒട്ടനവധി പദ്ധതികൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതിന് എനിക്ക് ഏറെ അഭിമാനമുണ്ട്. മുന്നോട്ടും ഒരു ജനപ്രതിനിധിയായിട്ട് കടന്നു വരികയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ തന്നെ ഞാൻ ഉണ്ടാകും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും തൊട്ടറിഞ്ഞ് അവർക്ക് വേണ്ടി അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് അതിനുള്ള താല്പര്യമുണ്ട്, മനസ്സുമുണ്ട്. മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിന് മുഴുവൻ ജനങ്ങളുടെയും സപ്പോർട്ട് ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. വിജയപുരത്തെ ഓരോ പൗരന്റെയും വിശ്വസ്തയായ ഒരു സഹോദരിയായി രജനി സന്തോഷ് കഴിഞ്ഞ 5 വർഷം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. വികസനമാണ് എൻ്റെ രാഷ്ട്രീയം എന്ന കാഴ്ചപ്പാടോടെ അവർ നടത്തിയ ജനസേവ പ്രവർത്തനങ്ങൾ വിജയപുരത്തിന് ഒരു പുതിയ ദിശാബോധം നൽകി. ഈ നാടിന്റെ തുടർ വികസനത്തിനായി രജനി സന്തോഷിന് നിങ്ങളുടെ തുടർന്നുമുള്ള പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.